ചിലർ എന്തുകൊണ്ട് എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കുന്നു? അതിൻ്റെ പിന്നിലെ മനഃശാസ്ത്രം നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകൾ ഒരു കാലത്ത് എല്ലാവരോടും സംസാരിക്കും, സൗഹൃദങ്ങൾ ഉണ്ടാക്കും, കൂട്ടായ്മകളിൽ സജീവമായിരിക്കും. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞാൽ അവർ പതിയെ അകന്നു പോകുന്നു. ഫോൺ വിളികൾ കുറയുന്നു, മെസ്സേജുകൾക്ക് മറുപടി വൈകുന്നു, സോഷ്യൽ മീഡിയയിൽ പോലും അധികം സജീവമല്ല. പലരും ഉടനൊരു നിഗമനത്തിലെത്തും, അവർ അഹങ്കാരികളായി, അല്ലേ അവർക്കിപ്പോൾ ആളുകളെ വേണ്ടെന്നായി. പക്ഷേ മനഃശാസ്ത്രം പറയുന്നത് പലപ്പോഴും മറ്റൊരു കഥയാണ്. മനഃശാസ്ത്രജ്ഞനായ മുരേ ബോവൻ അവതരിപ്പിച്ച ഇമോഷണൽ കട്ട് ഓഫ് എന്ന ആശയപ്രകാരം ബാല്യത്തിലോ ജീവിതത്തിലോ തുടർച്ചയായ വികാരപരമായ സമ്മർദ്ദങ്ങൾ അനുഭവിച്ച ചിലർ പിന്നീട് ആളുകളിൽ നിന്ന് അകലം പാലിക്കാൻ പഠിച്ചേക്കാം. അവർ ആളുകളെ വെറുക്കുന്നത് കൊണ്ടല്ല അകന്നു നിൽക്കുന്നത്, മറിച്ച് അവരുടെ മനസ്സ് ഒരു സുരക്ഷാ മാർഗം വികസിപ്പിച്ചത് കൊണ്ടാണ്. വീണ്ടും വീണ്ടും മുറിവേൽക്കുമ്പോൾ മനസ്സ് ചിലപ്പോൾ പറയാൻ തുടങ്ങും, എല്ലാവരെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനേക്കാൾ കുറച്ച് ആളുകളെ മാത്രം അനുവദിക്കുന്നത് സുരക്ഷിതമാണ്. ഇവിടെയാണ് ഏറ്റവും ഒരു പ്രധാന കാര്യം വരുന്നത്. അത് ബൗണ്ടറീസാണ്. പലരും ബൗണ്ടറീസിനെയും വാൾസിനെയും ഒരുപോലെ കാണാറുണ്ട്. പക്ഷേ അവ രണ്ടും വ്യത്യസ്തമാണ്. വാൾസ് എല്ലാവരെയും പുറത്തു നിർത്തും. ബൗണ്ടറീസ് ആരെ അകത്ത് കടത്തണമെന്ന് ബോധപൂർവം തിരഞ്ഞെടുക്കും. പക്വതയുള്ള ആളുകൾ മതിലുകൾ കെട്ടുന്നില്ല, അവർ അതിരുകൾ നിശ്ചയിക്കുന്നു. കൂടാതെ ചില ഗവേഷണങ്ങൾ കാണിക്കുന്നത് ബാല്യകാലത്ത് കൂടുതൽ സമ്മർദ്ദം അനുഭവിച്ച ആളുകൾ പലപ്പോഴും പരിസരത്തെ കൂടുതൽ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നവരാകാമെന്നാണ്. അവർ ചിലപ്പോൾ വിഷമകരമായ പെരുമാറ്റങ്ങൾ മറ്റുള്ളവരെക്കാൾ നേരത്തെ തിരിച്ചറിയും. എന്നാൽ ഇതിന് മറ്റൊരു വശവുമുണ്ട്. ചിലപ്പോൾ അവർ അപകടമില്ലാത്ത സാഹചര്യങ്ങളെയും അപകടമായി തെറ്റിദ്ധരിക്കാം. അതുകൊണ്ട് എല്ലാ സംശയങ്ങളും ശരിയാണെന്ന് കരുതാനാവില്ല. ഇനി ഒരു പ്രധാന ചോദ്യത്തിലേക്ക് വരാം. അവർ ശരിക്കും ഒറ്റപ്പെടുന്നവരാണോ? അല്ല. ലോൺലിനെസ്സും സോളിറ്റ്യൂഡും രണ്ടാണ്. ലോൺലിനെസ് എന്നത് ആളുകളെ ആഗ്രഹിച്ചിട്ടും ലഭിക്കാത്ത അവസ്ഥയാണ്. സോളിറ്റ്യൂഡാകട്ടെ അവർ സ്വമേധയാ തിരഞ്ഞെടുക്കുന്ന ശാന്തതയാണ്. ചിലർക്ക് ഒറ്റയ്ക്കുള്ള സമയം ഒരു ശിക്ഷയല്ല, അത് അവരുടെ മനസ്സ് ശാന്തമാകുന്ന സ്ഥലമാണ്. ഒരു പുസ്തകവുമായി ഇരിക്കുക, പ്രകൃതിയിലൂടെ നടക്കുക, സ്വന്തം ചിന്തകളോടൊപ്പം സമയം ചെലവഴിക്കുക, ഇവയൊക്കെ അവർക്ക് ഊർജം തിരിച്ചു കിട്ടാനുള്ള വഴികളാണ്. എന്നാൽ ഇതിൻ്റെ അർത്ഥം മനുഷ്യർക്ക് ആരും ആവശ്യമില്ല എന്നല്ല. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പഠനങ്ങളിലൊന്നായ ഹാർവാർഡ് സ്റ്റഡി ഓഫ് അഡൽട്ട് ഡെവലപ്മെൻറ്റ് കണ്ടെത്തിയത് സന്തോഷകരവും ആരോഗ്യകരവുമായ ജീവിതത്തിൻ്റെ പ്രധാന ഘടകങ്ങളിലൊന്ന് നല്ല ബന്ധങ്ങളെന്നാണ്. പക്ഷേ ആ പഠനം പറയുന്നത് കൂടുതൽ ആളുകൾ വേണമെന്നല്ല, ശരിയായ ആളുകൾ വേണമെന്നാണ്. അതുകൊണ്ട് ചിലർ അകന്നു നിൽക്കുമ്പോൾ അത് അഹങ്കാരത്തിൻ്റെ അടയാളമായിരിക്കണമെന്നില്ല. ചിലപ്പോൾ അത് അവരുടെ സമാധാനം സംരക്ഷിക്കാനുള്ള ശ്രമമായിരിക്കും. ചിലപ്പോൾ അത് പഴയ മുറിവുകളുടെ പ്രതിഫലനമായിരിക്കും. ചിലപ്പോൾ അതവർ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പാഠമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും സാന്നിധ്യം നമുക്ക് ആവശ്യമില്ല. പക്ഷേ ശരിയായ ആളുകൾ, അവരുടെ സാന്നിധ്യം അമൂല്യമാണ്.